ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ സ്കാൽപ്പിനെയും ഹെയറിന്റെ ലെങ്തിനെയും എങ്ങനെ ഹെൽത്തി ആക്കി വെക്കാം എന്നുള്ളതിനെ കുറിച്ച് പറ്റിയിട്ടാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ സ്കാൽപ്പിന്റെ ക്ലീൻനെസ് നമ്മുടെ ഹെയറിന്റെ ലെങ്തിനെ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യുകയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അതിന് നമ്മൾ എങ്ങനെ സ്കാൽപ്പിന്റെ ക്ലീൻ ആക്കി വെക്കാന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. നമ്മുടെ ഫേസിൽ ഡെഡ് സ്കിൻ അക്യുമുലേറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ സ്കാൽപ്പിലും ഡെഡ് സ്കിൻസ് അക്യുമുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ ഫേസിൽ ഡെഡ് സ്കിൻ അക്യുമുലേറ്റ് ചെയ്ത് നമ്മൾ കളയുന്നത് കൂടുതലായിട്ട് കെമിക്കൽ പീൽസ് യൂസ് ചെയ്തിട്ടാണ്. ചില ആൾക്കാർ സ്ക്രബ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ സ്ക്രബിനെതിരാണെന്ന് ഞാൻ ഫേസിന്റെ കാര്യത്തിൽ എപ്പോഴും പറയാറുള്ള ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലും കുറച്ച് സ്ക്രബുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ സംഭവം എന്തെന്ന് വെച്ചാൽ ഞാൻ സ്കാൽപ്പിന് സ്ക്രബ് യൂസ് ചെയ്തിട്ടുള്ള ആളാണ്, പ്ലമ്മിന്റെ സ്കാൽപ്പ് സ്ക്രബ്. സംഭവം ഞാൻ വിചാരിച്ചു ഫേസിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കാൽപ്പ് കുറച്ചുകൂടെ തിക്കാണ്, മൈക്രോ ബ്ലീഡിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്കാൽപ്പിൽ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ എന്തുകൊണ്ട് സ്കാൽപ്പ് സ്ക്രബ് യൂസ് ചെയ്തുകൂടാ എന്ന് ചിന്തിച്ച ആളാണ്. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവിടെ ഉണ്ടാവണം എന്തെന്ന് വെച്ചാൽ ഭയങ്കര മെസ്സിയാണ് നമ്മൾ സ്കാൽപ്പ് സ്ക്രബ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ടൈം എടുക്കും, നമ്മൾ ഷവറിൽ ഒരുപാട് ടൈം കളയേണ്ടി വരും. കാര്യം എന്തെന്ന് വെച്ചാൽ ആ ക്രീമി ടെക്സ്ചർ കാരണം നമ്മൾ ചിലപ്പോൾ എത്ര വാഷ് ചെയ്ത് കളഞ്ഞാലും ആ ഒരു ക്രീം നമ്മൾ മാസ്ക് പോലെയല്ല, ഈ അതിനകത്തുള്ള എക്സ്ഫോളിയേറ്റിംഗ് ഗ്രെയിൻസ് അവിടെ ഇവിടെയൊക്കെ സ്റ്റക്ക് ഔട്ട് ചെയ്തിരിക്കും. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീണ്ടും വാഷ് ചെയ്തിട്ട് അത് പോയില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നിട്ട് സ്കാൽപ്പിൽ ഇറിറ്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ഓയിലി സ്കാൽപ്പൊക്കെ ആണെങ്കിൽ പറയാൻ വേണം, കാരണം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ അതിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ സ്ക്രബിനെക്കാളും നല്ലത് വേറെ സാധനമാണ്. അത്രയും മെസ്സി ആവാത്ത ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ സ്കാൽപ്പ് ക്ലിയറിംഗ് സെറംസ് അവൈലബിൾ ആണ്. അതിപ്പോ സെറമായിട്ട് തന്നെ വാങ്ങിക്കണം എന്നില്ല, കാരണം നമുക്ക് ഇവിടെ നല്ല രീതിയിൽ അങ്ങനത്തെ സ്കാൽപ്പ് ക്ലിയറിംഗ് സെറംസ് അവൈലബിൾ അല്ല. ഡാൻഡ്രഫിന്റെ കാര്യത്തിലാണെങ്കിൽ ഡീകൺസ്ട്രക്റ്റഡ് സെറം അവൈലബിൾ ആണ്, സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ളത്. അതല്ല നോർമലി നിങ്ങൾക്ക് അധികം ഓയിലി സ്കാൽപ്പ് ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഗ്ലൈക്കോളിക് ആസിഡ്. നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ് അവൈലബിൾ ആണല്ലോ, 6%, 7%, മിനിമലിസ്റ്റിലും ഓർഡിനറിയിലും ഒക്കെ അത് അവൈലബിൾ ആയിട്ടുണ്ട്. ഏതെന്ന് വെച്ചാൽ വേറെ ബ്രാൻഡുകളിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നല്ല ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ വാങ്ങിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ വാഷ് ചെയ്യുന്നതിന് പ്രീ വാഷിന് മുന്നേ, അതായത് വാഷ് ചെയ്യുന്നതിന് മുന്നേ ഒരു 1 hour മുന്നേ അപ്ലൈ ചെയ്ത് വെക്കാം. അപ്പൊ എന്താ ഉണ്ടാവണേന്ന് വെച്ചാൽ ഗ്ലൈക്കോളിക് ആസിഡ് നല്ലൊരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആണ്. ഇത് ഡെഡ് സ്കിന്നിന്റെ ആ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ മെസ്സിനെസ് ഉണ്ടാവില്ല, സ്കാൽപ്പിൽ എന്താ ഓയിൽനെസ് ഫീൽ ചെയ്യത്തില്ല. എന്ന് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് പോവുകയും ചെയ്യും. അപ്പൊ അതാണ് ഏറ്റവും നല്ലൊരു വേ നമ്മുടെ സ്കാൽപ്പിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ. ഇനി ഇത് ഞാൻ നോർമൽ ടു ഡ്രൈ സ്കിൻ സ്കാൽപ്പുള്ള ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി നിങ്ങളുടെ ഓയിലി സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സാലിസിലിക് ആസിഡ് സിറംസ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടാണ് നമ്മുടെ സ്കാൽപ്പിന്റെ ഓയിൽനെസ് കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഫേസിലാണെങ്കിൽ നമ്മുടെ ഫേസിന്റെ ഓയിൽ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ല സാലിസിലിക് ആസിഡ് ഫേസ് വാഷുകളാണെന്ന് ഞാൻ എപ്പോഴും പറയാം. അതേ ഫേസ് വാഷിന് പകരം നമുക്ക് സാലിസിലിക് ആസിഡ് സിറം തന്നെ 2% സിറം തന്നെ നമുക്ക് സ്കാൽപ്പിൽ യൂസ് ചെയ്യാം. അത് കുളിക്കുന്നതിന് ഒരു 30 മിനിറ്റ്സ് മുന്നോ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് മുന്നോ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് വെക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ചെയ്യുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. വീക്ക്ലി വൺസോ ട്വൈസോ മാത്രമേ സ്കാൽപ്പിൽ ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം നന്നായിട്ട് ഫേസ് വാഷ് ഷാമ്പു വാഷ് ചെയ്തിട്ട് കളയുകയും വേണം. ഇനി അടുത്തത് കോമ്പിനേഷൻകാർക്ക് വരുന്നതാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് എവിടെയായിരിക്കും ആ ഒരു ഓയിൽനെസ് നിങ്ങൾക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത്, അവിടെ സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യും. അതല്ല നിങ്ങൾക്ക് ഡ്രൈനെസ്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കുള്ള വെച്ചാൽ നിങ്ങൾ രണ്ട് പ്രശ്നം നിങ്ങൾക്ക് ഒരുപോലെ സ്റ്റാർട്ട് ചെയ്യും. ആരും സാലിസിലിക് ആസിഡ് സിറം ഗ്ലൈക്കോളിക് ആസിഡ് സിറം ഒരുമിച്ച് കയ്യിലെടുത്ത് മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് അഡ്വേഴ്സ് എഫക്ട്, നല്ലതിനേക്കാളും ചീത്ത എഫക്റ്റ് ആയിരിക്കും തരുന്നത്. കാരണം ഞാൻ എപ്പോഴും പറയില്ലേ, മിക്സ് ചെയ്യണം എന്ന് പാക്കറ്റിൽ പറയാത്ത സാധനങ്ങൾ നമ്മൾ ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല. സോ അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും, സെപ്പറേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പൊ അങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഓരോ സ്കാൽപ്പ് ടൈപ്പിനനുസരിച്ച് നമുക്ക് എക്സ്ഫോളിയേറ്റിംഗ് സാധനം യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഡാൻഡ്രഫിനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ഡീകൺസ്ട്രക്റ്റഡ് ഡാൻഡ്രഫ് സ്കാൽപ്പ് സെറം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെസ്റ്റ്. അപ്പൊ ഇത്രയും ചെയ്യാം. അപ്പൊ നമ്മുടെ സ്കാൽപ്പ് എന്തായി ക്ലീൻ ആയി. അതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതാണോ ഷാമ്പു അത് വെച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. എന്നിട്ട് നിങ്ങളുടെ കണ്ടീഷണർ ഫോളോ അപ്പ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ സ്കാൽപ്പിന്റെ എക്സ്ഫോളിയേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് എങ്ങനെ ഇനി ഫ്യൂച്ചറിൽ അക്യൂമുലേഷൻസ് എങ്ങനെ വരാതിരിക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ബിൽഡപ്സ് വരാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ പ്രോപ്പറായിട്ട് നമ്മൾ ചില ആൾക്കാരുണ്ട്
നമുക്കൊരു മിത്ത് നമ്മുടെ മനസ്സിലുണ്ട്, ആഴ്ച 2 ദിവസം സ്കാൽപ്പ് വാഷ് ചെയ്താലേ സ്കാൽപ്പ് ഹെൽത്തി ആയിട്ടിരിക്കും, ഓവർ വാഷ് ആവും, അണ്ടർ വാഷ് ആവും, അങ്ങനെയൊക്കെ ഉള്ളത് വേണം. നമുക്ക് ഇതിൽ ഡൂസ് ആൻഡ് ഡോൺസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ സ്കാൽപ്പ് ചില ആൾക്കാർ ഓവർ വാഷ് ചെയ്യും, ചില ആൾക്കാർ അണ്ടർ വാഷ് ചെയ്യും. അങ്ങനെ അക്യുമുലേഷനും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ ചേർക്കാൻ പറ്റും. അത് നമുക്ക് അണ്ടർ വാഷിന് അവിടെയാണ് ഈ അക്യുമുലേഷൻ വരുന്നത്. എന്തെന്ന് വെച്ചാൽ ചില ആൾക്കാർ ജിമ്മിൽ പോകും, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പുറത്തൊക്കെ പോയിട്ട് നന്നായിട്ട് വിയർക്കുന്ന ആൾക്കാരായിരിക്കും. നോർമലി പുറത്ത് പോകുമ്പോൾ തന്നെ വിയർക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ തലയിൽ ഇരിക്കുന്ന മിത്ത് കാരണം, അതായത് ആഴ്ച 2 ദിവസം 3 ദിവസം വാഷ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള വിചാരം കാരണം സ്കാൽപ്പ് വാഷ് ചെയ്യാതെ അങ്ങനെ വെക്കും. നല്ല ഗ്രീസ് ചെയ്യാകുമ്പോഴത്തേക്ക് എടുത്ത് വാഷ് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ഉണ്ടാവുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ സ്വെറ്റ്, അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലുള്ള ഓയിൽനെസ്, പുറത്തുള്ള പൊല്യൂഷൻസ്, ഇതെല്ലാം കൂടെ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും. ഇത് കാരണം ഈ ബിൽഡപ്പ് കാരണം നമുക്ക് ഹെയർ ഫോളിന്റെ ചാൻസ് കൂടുതലാണ്. പല റിസർച്ചും പ്രൂവ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വാഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹെയർ ഫോളിനേക്കാളും ഹെയർ ഫോൾ കൂടുതലായിരിക്കും 2-3 ദിവസം കൂടി ചേർന്നിട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹെയർ ലോസ്. എനിക്കറിയാം. അപ്പൊ നിങ്ങൾ ഓരോ ദിവസം വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഹെയർ ഫോൾ ഉണ്ടാവില്ല, അപ്പൊ ഒരുമിച്ച് വാഷ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ അങ്ങനെയല്ല. ഈവൻ ദോ നമുക്ക് ഒരു ഡെയിലി നമുക്ക് 100 ഹെയർ ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് കണക്കിന് നമ്മളൊരു 3 ദിവസം ആവശ്യം 300 ഹെയർ ആയിരിക്കണം പോകുന്നത്, ആയിരിക്കത്തില്ല. ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ പറയാണ്. കറക്റ്റ് 300 ഹെയർ അല്ലെങ്കിൽ 100 ഹെയർ പോകണമെന്നില്ല, മോറോർലെസ് 300 to 100 ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമുക്കൊരു 500 ഹെയർ വരെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ വാഷ് ഈ ഒരു പ്രശ്നം വന്നിട്ട് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് പോകും. കാരണം റൂട്ടിന് തടഞ്ഞു നിർത്തും. നമ്മുടെ ഹെയറിന് കൊടുക്കേണ്ട സാധനങ്ങൾ, ആ ഒരു ന്യൂട്രീഷൻ ഒന്നും ഈ ഒരു അക്യുമുലേഷൻ കാരണം ഹെയറിന് കിട്ടാതാവുമ്പോൾ ഹെയർ ഫോൾ കൂടും. അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് സ്കാൽപ്പ് ഡേർട്ടായിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് എന്നറിയാം നമ്മുടെ സ്കാൽപ്പിൽ ഇച്ചിനെസ് വരിക, അതല്ലെങ്കിൽ എന്തെങ്കിലും അക്യുമുലേറ്റ് ചെയ്തിരിക്കുക, നിങ്ങൾ നന്നായിട്ട് വിയർക്കുന്നു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മസ്റ്റായിട്ടും ഹെയർ വാഷ് ചെയ്യുക തന്നെ വേണം. ഇനി ഓവർ വാഷിലോട്ട് പോയാൽ ചില ആൾക്കാർക്ക് ഒരു ചിന്തയുണ്ട്, ഞാൻ വിയർക്കും, അപ്പൊ ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യും. ചില വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും, വളരെ സ്വെറ്റിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് എന്നും കുളിക്കണം എന്നുള്ളൊരു ചിന്ത കാരണം കുളിക്കും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവും. സ്കാൽപ്പിൽ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽസിനെയും കൂടെ നമ്മൾ സ്ട്രിപ്പ് ഔട്ട് ചെയ്ത് കളയും. അപ്പൊ നമ്മുടെ ഹെയറിന് വേണ്ട നറിഷ്മെന്റ് കിട്ടാതെ ഹെയർ ഫോൾ ഔട്ട് ആവും. അത് കാരണം ഇത് കാരണം സ്കാൽപ്പ് ഡ്രൈനെസ്സും ഹെയർ ലോസും ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഹെയർ ലോസ് തന്നെ വരും, ഹെയർ ഫോൾ അല്ല, ലിറ്ററലി ഹെയർ ലോസ് തന്നെ വരും. അപ്പൊ ഓവർ വാഷും ചെയ്യരുത്, അണ്ടർ വാഷും ചെയ്യരുത്. ഓവർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്കാൽപ്പ് ഡ്രൈ ആവാനും ഹെയർ ലോസും ചാൻസ് കൂടുതലാണ്. അണ്ടർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അക്യുമുലേഷൻ കാരണം സ്കാൽപ്പ് ഇറിറ്റേഷൻസും ഹെയർ ലോസും വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പം ഓവർ വാഷും അണ്ടർ വാഷും ചെയ്യാൻ പാടില്ല. ഇത് രണ്ടും നമ്മുടെ സ്കാൽപ്പിനെയും ഹെയറിന്റെ ലെങ്തിന്റെ ഹെൽത്തിനെയും നന്നായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് മദേഴ്സിനുള്ള കാര്യമാണ്. നമ്മൾ മക്കളെ രാവിലെ സ്കൂളിൽ വിടും, ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കുളിപ്പിച്ചിട്ട് വിടാനുള്ള ചാൻസ് കൂടുതലാണല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറെ മിത്ത് കാരണം നമ്മൾ രാവിലെ കുട്ടികളെ നന്നായിട്ട് നല്ല കുളിപ്പിച്ചിട്ടൊക്കെ വിടും, കാരണം ഫ്രഷ് ആയിട്ട് ഇരിക്കേണ്ടേ അല്ലേ. പക്ഷെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാം, നമ്മളെ മക്കളെ രാവിലെ കുളിച്ചിട്ടൊക്കെ പോകുമ്പോൾ നന്നായിട്ട് വിയർക്കാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ആ ഒരു വിയർക്കും, പിന്നെ ഓൾറെഡി ഓയിലൊക്കെ നന്നായിട്ട് തേച്ചിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഒന്നുകിൽ ഫംഗസ് കാരണം ഡാൻഡ്രഫ് വരാനുള്ളതും, അതല്ലെങ്കിൽ ആ നൊഡ്യൂൾസിലെ നമ്മുടെ മുടിയിൽ കായ വരുന്നത് അത് വരാനുള്ള ചാൻസും കൂടുതലാണ്. മാത്രമല്ല നമ്മുടെ ഹെയർ ലൈസ് വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം വൈകിട്ട് അവർ വന്നാലും മസ്റ്റായിട്ടും ഹെയർ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 2 റീസൺ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അവർ കുളിക്കുകയൊക്കെ രാവിലെ പോയിട്ടുണ്ടാവുന്ന ആ ഒരു വിയർപ്പൊക്കെ അക്യുമുലേറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് സ്കാൽപ്പിൽ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് മാറാൻ പറ്റും. പിന്നെ പൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് മാറാൻ പറ്റും. പിന്നെ നമ്മൾ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് കൊടുക്കുക, സ്കാൽപ്പ് വാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഫംഗസ് അല്ലെങ്കിൽ നൊഡ്യൂൾസ് അല്ലെങ്കിൽ പെയിൻ പോലെയുള്ള സാധനങ്ങൾ നമുക്ക്, കാരണം നമ്മൾ നോക്കുമല്ലോ സ്കാൽപ്പ് ഡെയിലി വാഷ് ചെയ്യുമ്പോൾ. അപ്പൊ അത് കാരണം മാക്സിമം ഈ മക്കൾക്കൊക്കെ, സ്കൂളിൽ പോകുന്ന മക്കളെ ഡെയിലി ഹെയർ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആസ് ലോങ് ആസ് അവർക്ക് ഈ ഇമ്മ്യൂണിറ്റി ഇഷ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പീഡിയാട്രീഷ്യനെ കണ്ടിട്ട് വേണം ആ ഒരു സ്കാൽപ്പ് വാഷിന്റെ കാര്യം ശ്രദ്ധിക്കാനായിട്ട്. ഇതാണ് കുട്ടികൾക്കുള്ള കാര്യം. ഈ ഓഫീസിൽ സ്കൂളിലൊക്കെ പോകുന്ന ആൾക്കാരുടെ അടുത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, രാവിലെ നിങ്ങൾ കുളിച്ചിട്ട് മുടി അഴിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ ഒരു മുടിക്കായവും ഡാൻഡ്രഫും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പണ്ട് ഞാൻ ഷോർട്ട്ലി ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു ഡയലോഗാണ്, അപ്പൊ പിന്നെ എന്താ മുടി വീട്ടിൽ വെച്ചിട്ട് പോകാൻ പറ്റും? ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾ രാവിലെ കുളിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ മാക്സിമം കുളിച്ച് ഉണക്കിയ ഹെയറുമായിട്ട് പോകുക. കാരണം അഴിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അറിയാം മുടിയിൽ കായ വരാനുള്ള ചാൻസ്, ഫംഗസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നല്ല ഹെയറുള്ള ആൾക്കാരെയൊക്കെ ഫ്യൂച്ചറിലോട്ട് എത്തുമ്പോൾ ആ ഹെയർ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഒന്നുകിൽ രാവിലെ കുളിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നന്നായിട്ട് ഹെയർ ഡ്രൈ ആക്കിയിട്ട് പോവുക, അതല്ലെങ്കിൽ വൈകിട്ട് വന്നിട്ട് കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
പിന്നെ തലയിൽ എണ്ണ തേക്കുന്നത് നല്ലതാണ്, പക്ഷെ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് ഓവർ ഓയിലിംഗ് നല്ലതല്ല. പിന്നെ ഡെയിലി ഓയിലിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കാൽപ്പിൽ ഈ ഓയിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് നാച്ചുറൽ ഓയിലിനെ അത് തടയുകയും ഫംഗസിനും ഡാൻഡ്രഫിനും ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അത് കാരണം നിങ്ങൾ മാക്സിമം ഡെയിലി ഹെയർ വാഷും ഹെയർ ഓയിലിങ്ങും അവോയ്ഡ് ചെയ്യുക. പിന്നെ ഹെയർ വാഷ് മാക്സിമം ഈവനിങ് ആക്കാനും ശ്രദ്ധിക്കുക. രാവിലെ ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ വാഷ് ചെയ്ത് ഉണക്കിയിട്ട് പോകാൻ ശ്രദ്ധിക്കുക. നമുക്ക് തന്നെ ഇപ്പൊ ഓഫീസിൽ പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർക്കിന് പോകുന്ന ആൾക്കാരോ ആണെങ്കിൽ രാവിലെ നമ്മൾ ചിലപ്പോൾ വീട്ടിലെ പണി എല്ലാം കഴിഞ്ഞ് നമ്മൾ കുളിച്ചിട്ട് മുടി ഉണക്കി പോകല് നടക്കില്ല. മാത്രമല്ല നമ്മൾ ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കുളിച്ചിട്ട് അതേ ഹെയർ പെട്ടെന്ന് പോകേണ്ടി വരും. ഇത് കാരണം വീണ്ടും ഹെയർ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ രാവിലെ കുളിക്കുമ്പോൾ കുറച്ച് മുടി എന്തായാലും നമ്മുടെ പോകും. പിന്നെ നമ്മൾ ഈ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നനഞ്ഞിരിക്കുന്ന മുടിയാണ് ഏറ്റവും വീക്കസ്റ്റ് ഹെയറിന്റെ. അത് കാരണം വീണ്ടും ഹെയർ ലോസിനുള്ള ചാൻസ് കൂടുതൽ. കാരണം ആ നനഞ്ഞ് വീക്കായിരിക്കുന്ന ഹെയർ നിങ്ങൾ വീണ്ടും വീണ്ടും പോകാനുള്ള ചാൻസ്, പോതുമ്പോഴത്തേക്ക് വീണ്ടും ഹെയർ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഓഫീസിൽ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഹെയർ സൂക്ഷിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാക്സിമം കുളിച്ചിട്ട് ഉണക്കിയിട്ട് പോകാൻ ശ്രദ്ധിക്കുക. അല്ല രാവിലെ ഉണക്കാൻ സമയമില്ലെങ്കിൽ വൈകിട്ട് വന്നിട്ട് കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഹെയർ ഓയിലിങ്ങിന്റെ കാര്യം, ഡെയിലി എണ്ണ തേക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിലുള്ളൊരു മിത്താണ്. നമ്മുടെ ഹെയറിൽ ചില സ്കാൽപ്പാർക്ക് ഹെയർ ഓയിലിംഗ് നല്ലതായിരിക്കും, പ്രത്യേകിച്ചും സ്കാൽപ്പില്. ചില ആൾക്കാർക്ക് നല്ലതല്ല, പ്രത്യേകിച്ചും ഓയിലി സ്കാൽപ്പ്, ഫംഗസ് ഒക്കെ ഡാൻഡ്രഫ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഓയിൽ വൺസ് ഇൻ എ വീക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ല നല്ല ഡ്രൈ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആഴ്ച 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ സ്കാൽപ്പിൽ ഓയിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഫംഗസ് ഉള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം കോക്കനട്ട് ഓയിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റുള്ള ഓയിൽസിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും നല്ലത്. അപ്പൊ അതാണ് സ്കാൽപ്പ് ഓയിലിങ്ങിലും കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസിൽ വരുന്ന കാര്യങ്ങൾ. അടുത്ത ഇഷ്യൂ എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഹെയറിന്റെ ലെങ്ത്, പോറോസിറ്റി അനുസരിച്ച് ഹെയർ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്താണ് ഹെയർ പോറോസിറ്റി എന്നുള്ളത് നോക്കാം. നമ്മുടെ ഹെയറിൽ എത്രത്തോളം മോയിസ്ചറൈസർ പിടിച്ചു നിർത്തും, അത് എത്രത്തോളം കീപ്പപ്പ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഹെയർ പോറോസിറ്റി വരുന്നത്. അത് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് മുടി എടുക്കാം, എന്നിട്ടൊരു ക്ലിയർ ഗ്ലാസ്സിൽ, അതായത് കുപ്പി ഗ്ലാസ്സില്ലേ, അതെടുത്ത് അതിനകത്തോട്ട് ഈ മുടി ഇടുക. മുടി ഇടുമ്പോൾ അത് മുകളിൽ കിടക്കുകയാണെങ്കിൽ ലോ പോറോസിറ്റി, മിഡിലിൽ കിടക്കുകയാണെങ്കിൽ മീഡിയം പോറോസിറ്റി, ഏറ്റവും താഴെ കിടക്കുകയാണെങ്കിൽ ഹൈ പോറോസിറ്റി ആണ്. ഇതിൽ ലോ പോറോസിറ്റി ആകുമ്പോൾ നമ്മുടെ മുടിയിൽ മോയിസ്ചറൈസർ പിടിച്ച് നിൽക്കത്തില്ല, മോയിസ്ചറൈസേഷൻ കൊടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. മിഡിലാണെങ്കിൽ ഈസിലി മോയിസ്ചറൈസർ പിടിച്ച് നിൽക്കുകയും ചെയ്യും, അത് റിട്ടേൺ ചെയ്യുകയും ചെയ്യും. ഹൈ പോറോസിറ്റി ആണെങ്കിൽ മോയിസ്ചറൈസർ പിടിക്കും, പക്ഷെ അത് പെട്ടെന്ന് ലൂസ് ആവുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഹെയറിന്റെ പോറോസിറ്റി. ഇതനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ. ഇനി ഓരോ പോറോസിറ്റിയിലുള്ള ഹെയർ ഉള്ള ആൾക്കാർ എങ്ങനത്തെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഹൈ പോറോസിറ്റി ഉള്ള ഹെയർ ആണ്, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മോയിസ്ചറൈസർ നിങ്ങൾ ഹെയർ പിടിക്കാനായിട്ട്, അതായത് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് അട്രാക്ട് ചെയ്ത് ഹെയർ മോയിസ്ചറൈസർ നിർത്തും, പക്ഷെ അത് ഒരു കുറെ നേരത്തേക്ക് പിടിച്ചു നിർത്തില്ല, പെട്ടെന്ന് ആ ഒരു മോയിസ്ചറൈസേഷൻ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും നല്ല ക്രീമി ടൈപ്പ് ഷാംപൂസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലവ് എർത്ത് ആൻഡ് പ്ലാനറ്റിന്റെ ഷാംപൂസ്, അങ്ങനത്തെ ഷാംപൂസ് ഇല്ലേ, അങ്ങനെ അല്ലെങ്കിൽ സെബാമെഡിന്റെ ഷാംപൂസ് ഒക്കെ നല്ലൊരു ഓപ്ഷൻസ് ആണ്. ഇങ്ങനത്തെ ഏതെങ്കിലും ഒന്ന് ഷാംപൂസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല നിങ്ങൾ കണ്ടീഷണർ നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. കണ്ടീഷണർ മാത്രമല്ല, നിങ്ങൾ വീക്ക്ലി വൺസ് ഹെയർ മാസ്കുകൾ, ഹെയർ ഓയിൽസ് ലെങ്തിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചുരുക്കി പറയാൻ നിങ്ങൾക്ക് ഡ്രൈ ഹെയർ ആയിട്ടായിരിക്കും ഈ ഹൈ പോറോസിലുള്ള ഹെയറിന്റെ ആൾക്കാർക്ക് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീ ഓയിലിംഗ്, പ്രീ മാസ്കിങ്, ആഫ്റ്റർ മാസ്കിങ്, ഇതൊക്കെ നിങ്ങളുടെ ഹെയറിൽ കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല നിങ്ങളുടെ ഹെയർ നിങ്ങൾ ഹീറ്റ് സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഹീറ്റ് സ്പ്രേയെക്കാളും നമ്മുടെ ലീവിങ് കണ്ടീഷണേഴ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അപ്പൊ കുറച്ചും കൂടെ നമ്മുടെ ഹെയറിൽ മോയിസ്ചറൈസർ പിടിച്ചേക്കുമല്ലോ. അതുപോലെ തന്നെ ബ്ലോ ഡ്രൈ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഹീറ്റ് പ്രൊട്ടക്ടേഴ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാനാണ്. എന്റെ ഹെയർ ഇപ്പോൾ നല്ല ഹൈ പോറസ് ആയിട്ടുള്ള ഹെയർ ആണ്, മീഡിയം പോറസ് അല്ല, നല്ല ഹൈ പോറസ് ആയിട്ടുള്ള ഹെയർ ആണ്. കാരണം മോയിസ്ചറൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഫ്രിസി ആവുകയും ചെയ്യും. അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ റൊട്ടീൻ ഞാൻ പിന്നെ കാണിച്ചു തരാം. പക്ഷെ ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്ലോ ഡ്രൈ ആണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്, എയർ ഡ്രൈയേക്കാൾ. അപ്പൊ ഞാൻ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ പോലും ഞാൻ നന്നായിട്ട് ഹീറ്റ് പ്രൊട്ടക്ടിങ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണ് ബ്ലോ ഡ്രൈ ചെയ്യുന്നത്. ലീവിങ് കണ്ടീഷണേഴ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ഹെയർ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യുക, ഹെയർ പ്രൊട്ടക്ടേഴ്സ് മാക്സിമം യൂസ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ്, അതായത് നിങ്ങൾ ബോട്ടോക്സ്, കെരാറ്റിൻ, സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ്, കളറിങ് എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മാക്സിമം ഏറ്റവും ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഹെയർ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഹൈ പോറോസിറ്റി ഉള്ള ആൾക്കാർ. ഇനി നിങ്ങളുടെ ലോ പോറോസിറ്റി ഉള്ള ഹെയർ ആണെങ്കിൽ നിങ്ങളുടെ ഹെയറിൽ മോയിസ്ചറൈസർ പിടിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഹൈ പോറോസിൽ നിൽക്കാൻ പാടാണ്, പക്ഷെ ലോ പോറസിൽ നിക്കത്തുമില്ല, പിടിക്കത്തുമില്ല. അപ്പൊ അങ്ങനത്തെ കാര്യമുള്ള ആൾക്കാരാണ് ലോ പോറസ് ഉള്ളത്. അപ്പൊ അവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഷാംപൂസിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഗ്ലിസറിൻ ഉള്ള ഷാംപൂസ് അല്ലെങ്കിൽ ഹണി, ഹൈൽഡ്രോണിക് ആസിഡ് ഒക്കെ ഉള്ള ഷാംപൂസ് ഇൻവെസ്റ്റ് ചെയ്യാം. എന്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ലോറിയൽ പാരിസിന്റെ ഹൈൽഡ്രോണിക് ആസിഡ് റേഞ്ച് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ്.
പിന്നെ നിങ്ങൾ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടീഷണർ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഒന്ന് കുറച്ച് വാട്ടറിൽ ഡൈല്യൂട്ട് ചെയ്ത് കണ്ടീഷണർ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ നിങ്ങൾ എന്തെങ്കിലും വാം ആയിട്ടുള്ള ടവൽസ് ഇല്ലേ അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഞാൻ പണ്ടൊരു ഷോർട്സിൽ ബി ബ്ലെൻഡിന്റെ ഹെയർ മാസ്ക് കാണിച്ചിട്ടുണ്ടല്ലോ, പ്രീ ഹീറ്റ് സെൽഫ് ഹീറ്റിംഗ് ആയിട്ടുള്ള മാസ്കുകൾ. ഇതുപോലത്തെ മാസ്കുകൾ കിട്ടും, നമുക്ക് 1 ടൈം യൂസ് ആണ്. പക്ഷെ ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെ മാസ്കുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയറിൽ കുറച്ചും കൂടെ മോയിസ്ചറൈസർ നമുക്ക് കീപ്പപ്പ് ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം ഹെയർ പ്രൊട്ടക്റ്റിംഗ് സാധനങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹെയർ സ്പ്രേസിലൊക്കെ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ മാക്സിമം ലോ പോറോസിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം ഇത് നമ്മുടെ മുടി വീണ്ടും ഡാമേജ് ആക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പെട്ടെന്ന് ഡാമേജ് ആവും എന്നുള്ള കാര്യം സത്യമാണ് ലോ പോറസ്. കാരണം മോയിസ്ചറൈസർ പോയാൽ ഹെയറിന്റെ നമ്മളെ ക്യൂട്ടിക്കൽസ് ഇല്ലേ അത് പെട്ടെന്ന് പോകും. അപ്പൊ ആ വെള്ളം ലോക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുടി പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ് ലോ പോറോസിറ്റി ഉള്ള ആൾക്കാർക്ക്. അതുപോലെ തന്നെ വൺസ് ഇൻ എ വൈൽ ഹെയർ സ്പാ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം മുടി ഒന്നും കൂടെ ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഇത് ഹെയർ സ്പാ ഒക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇനി നിങ്ങളുടെ നോർമൽ പോറോസിറ്റി ഉള്ള ഹെയർ ആണെന്നുണ്ടെങ്കിലും ഹെയർ നല്ല ഷൈനി ആയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ നോർമലി ഹെയർ ഷാംപൂസും കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് ഹെയർ നല്ല ഷൈനെസ്സും ഹെൽത്തി ഒക്കെ ആയിട്ടിരിക്കും. പിന്നെ നമ്മൾ ഹെയർ കളറൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ലോങ് ലാസ്റ്റിംഗ് ഇങ്ങനത്തെ മീഡിയം ഹെയർ പോറോസിറ്റി ഉള്ള ആൾക്കാർക്ക് കിട്ടും. പക്ഷേ ഓവർഡൂ ചെയ്ത് കഴിഞ്ഞാൽ മീഡിയം പോറോസിറ്റി ഉള്ള ഹെയറും ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതാണ് ഹെയർ പോറോസിറ്റി. അതനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യേണ്ട രീതിയും. ഇനി പെർട്ടിക്കുലർ ഈ സെക്ഷൻ വേണമെങ്കിൽ നമുക്കത് വേറൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. പിന്നെ എന്റെ ഹെയർ കെയർ റൊട്ടീൻ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ആ വീഡിയോയിൽ ഞാൻ എന്റെ റൊട്ടീൻ ആയിരിക്കും പറയാൻ പോകുന്നത്. നമ്മുടെ ഹെയർ ഫോളിന് ഒരുപാട് റീസൺസ് കാണും. ഡാൻഡ്രഫ് കാണും, നമ്മുടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാണും, ഹോർമോണൽ ചേഞ്ചസ് കാണും. അതുപോലെ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന മറ്റുള്ള ചേഞ്ചസ്, അതായത് ആങ്സൈറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും മെന്റൽ സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുടി കൊഴിച്ചിലിന് കാരണമാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ പിന്നെ നമ്മൾ വൺസ് ഇൻ എ വൈൽ നമ്മുടെ മുടി നോർമലി ഷെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ ഹെയർ ഫോളിന്റെ റീസൺ എന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് അതനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുക. പിന്നെ ബയോട്ടിൻ ഗമ്മീസ് കഴിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, നോർമലി നമ്മൾ ഈ മാർക്കറ്റിൽ വിൽക്കുന്ന ഒരു ബയോട്ടിനും നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ട അത്രയും സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള എന്താ പറയുന്ന ഗമ്മീസ് അത്രയും ബയോട്ടിൻ അളവ് ഇല്ല. സോ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ബയോട്ടിൻ ആ ഗമ്മി എന്ന് പറയുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള സാധനമാണ്, ബയോട്ടിൻ എന്ന് പറയുന്നത് നല്ല കയ്പുള്ള സാധനമാണ്. അപ്പൊ അവർ കൂടുതലും ഈ സ്വീറ്റ്നെസ്സിന് കണ്ടന്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ബയോട്ടിന്റെ കണ്ടന്റ് കുറച്ച് കുറയും. അപ്പൊ അതിന് ബെനിഫിറ്റ് ഉണ്ടാവില്ല. പിന്നെ ബയോട്ടിൻ വെച്ച് നമുക്ക് ഒരിക്കലും ഹെയർ ഗ്രോത്ത് ഉണ്ടാവത്തില്ല. ബയോട്ടിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രമേ ബയോട്ടിൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടി വളരാൻ പോകത്തുള്ളൂ. അപ്പൊ അത് നോർമൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് ഇൻ ജനറൽ കാര്യങ്ങളാണ്. ഹെയർ സെറത്തിലോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സെറംസ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വിഷ് കെയറിന്റെ ഹെയർ ഗ്രോത്ത് സിറം നല്ലൊരു ഓപ്ഷനാണ്. മിനിമലിസ്റ്റിന്റെ ഹെയർ ഗ്രോത്ത് സിറം നല്ലൊരു ഓപ്ഷനാണ്. ഓർഡിനറിയുടെ 2 ഹെയർ ഗ്രോത്ത് സിറം ഉണ്ട്. നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ അവരുടെ ഡ്രൈ ഹെയർ ഗ്രോത്ത് സിറം, ഹെയർ ഗ്രോത്ത് അല്ല ഹെയർ സിറം യൂസ് ചെയ്യാം. കാരണം ആ ഡ്രൈനെസ് ഒക്കെ ഇത് മാറ്റാനുള്ള നാച്ചുറൽ മോയിസ്ചറൈസേഴ്സും ഹൈലോണിക് ആസിഡും അതിനകത്തുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഓർഡിനറിയുടെ തന്നെ വേറെ ഹെയർ ഗ്രോത്ത് സിറം ഉണ്ട്, അത് നല്ല ഓപ്ഷനാണ്. നന്നായിട്ട് മുടി വളരാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഏറ്റവും അവസാനം നോക്കുകയാണെങ്കിൽ നമ്മുടെ പിൽഗ്രിമിന്റെ ഹെയർ ഗ്രോത്ത് സിറവും അത്യാവശ്യം നല്ലതാണ്. പക്ഷെ പിക് ഫൺ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഞാൻ വിഷ് കെയർ മിനിമലിസ്റ്റുമാണ് എന്റെ ടോപ്പ് ഫണ്ടിൽ വരുന്നത്. ഓർഡിനറിയുടെ ഞാൻ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറിയുടെ ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് പറയുന്നതാണ്. പക്ഷെ അത് മാത്രമല്ല ഓർഡിനറി നല്ലതാണ്. ഞാൻ ഓർഡിനറി തേർഡിലോട്ട് കൊടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇൻഗ്രീഡിയന്റ് വേസ് സൂപ്പർ പ്രൊഡക്റ്റ് ആണ്, നല്ല റിസൾട്ട് ഒക്കെ തരും. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് ഹൈ എൻഡ് ആണ്, റേറ്റ് കുറച്ച് കൂടുതലാണ് മറ്റേത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ. നമുക്കുള്ളൊരു മീഡിയം ബഡ്ജറ്റിലുള്ള നല്ലൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ വിഷ് കെയറും മിനിമലിസ്റ്റും ആണ്. പിൽഗ്രിം നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഓക്കെ ഫൈൻ നല്ലതാണ്. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും നല്ലത് വിഷ്, മിനിമലിസ്റ്റ്, പിൽഗ്രിം, അങ്ങനെയാണ് എൻ്റെ ഒരു ഓപ്ഷൻ. അപ്പൊ ഞാൻ ഇന്ന് ഹെയർ റിലേറ്റഡ് ആൻഡ് സ്കാൽപ്പ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടുതൽ എനിക്ക് കമന്റ് ബോക്സിലൊക്കെ വന്നിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. കാരണം ഇതൊരു ഇൻ ജനറൽ ടോപ്പിക് ആയിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇനി എൻ്റെ ഒരു കെയർ വീഡിയോയും ചെയ്യാം. പിന്നെ അടുത്ത വരുന്നത് കേളി ഹെയർകാരുടെ ടൈപ്പ് അനുസരിച്ചിട്ടുള്ളതാണ്. എനിക്കറിയാം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. സോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഹെയർ കെയറിനെ പറ്റിയും സ്കാൽപ്പ് കെയറിനെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.